ഒരു മെഗാസ്റ്റാറിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിന് വർഷങ്ങളുടെ പ്രയത്നമുണ്ട്. പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെ. മമ്മൂട്ടി മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ. മെലിഞ്ഞ് ഉയരമുള്ള ചെറുപ്പക്കാരനായി വളരെ ചെറിയ വേഷങ്ങളിലൂടെ എത്തി വേഷപ്പകർച്ചകളിലൂടെ ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിച്ച പകരക്കാരനില്ലാത്ത താരസൂര്യനായി മമ്മൂട്ടി മെഗാസ്റ്റാറായ സിനിമായാത്ര. 1971 കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ഒരൊറ്റ സീൻ അഭിനയിച്ചായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി വെള്ളിത്തിരയിലെത്തിയത്. അഭിനയത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കിയ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രം കാലചക്രമായിരുന്നു. കാലചക്രത്തിൽ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കടത്തുവള്ളക്കാരൻ്റെ വേഷത്തിലായിരുന്നു മമ്മൂട്ടി. മെലിഞ്ഞ് നല്ല ഉയരമുള്ള ഒരു യുവാവ് പ്രേം നസീറായിരുന്നു ആ ചിത്രത്തിൻ്റെ നായകൻ. തൻ്റെ കാമുകിയോടൊപ്പം കടത്തുകാരനായ പ്രേം നസീർ ഒളിച്ചോടുന്നു. പകരം എത്തുന്ന കടത്തുകാരനായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചത്. തിരിച്ചെത്തുന്ന പ്രേം നസീർ പുതിയ കടത്തുകാരനായ മമ്മൂട്ടിയോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് പകരം വന്ന ആളാണല്ലേ. കാലചക്രം എന്ന പേരും പ്രേം നസീറിൻ്റെ ആ ഡയലോഗും അക്ഷരാർത്ഥത്തിൽ ഫലിക്കുകയായിരുന്നു. അദ്ദേഹം നിത്യഹരിത നായകൻ പ്രേം നസീറിന് പകരം വന്ന ആൾ തന്നെയായിരുന്നു. മെലിഞ്ഞ് നല്ല ഉയരമുള്ള ആ യുവാവ് പിന്നീട് പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മമ്മൂട്ടിയുടെ കാരിയറിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ചിത്രത്തിലേത്. ഷീലയായിരുന്നു ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. സ്ഫോടനത്തിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു മമ്മൂട്ടിയുടെ കാലിന് ഫ്രാക്ചർ ഇടേണ്ടി വന്ന ആ അപകടം ഉണ്ടായത്. സുകുമാരൻ, എം ജി സോമൻ, മമ്മൂട്ടി മൂവരും മതിൽ ചാടുന്നതാണ് രംഗം. സോമനും സുകുമാരനും അന്ന് താരപരിവേഷത്തിലേക്ക് ഉയർന്നിരുന്നു. അതിനാൽ ഇരുവരുടെയും കാര്യങ്ങൾക്ക് ലൊക്കേഷനിൽ നല്ല ശ്രദ്ധ കൊടുത്തിരുന്നു. എന്നാൽ മമ്മൂട്ടി അന്ന് യുവനടനായിരുന്നു. സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിരുന്നില്ല. എം ജി സോമനും സുകുമാരനും സേഫ്റ്റി മെഷേഴ്സ് കൊടുത്തപ്പോൾ മമ്മൂട്ടിക്ക് എന്തിനാണ് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കാതിരുന്നത് എന്ന് നടി ഷീല ചോദ്യം ചെയ്തപ്പോൾ പി ജി വിശ്വംഭരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇവനൊക്കെ ഇന്ന് വന്നാൽ നാളെ പോവും, എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല. ഇതേ പി ജി വിശ്വംഭരൻ തന്നെ മമ്മൂട്ടിയെ നായകനാക്കി നിരവധി സൂപ്പർ ഹിറ്റുകൾ ചെയ്യുകയും മമ്മൂട്ടിയുടെ ഡേറ്റിനായി കാത്തിരുന്നതും ചരിത്രം. സംവിധായകൻ്റെ വാക്കുകൾ കേട്ട് യാതൊരു പരിഭവമില്ലാതെ മമ്മൂട്ടി ഷൂട്ടിന് റെഡിയായി. കാരണം അഭിനയത്തോടുള്ള ആവേശത്തിന് പുറത്ത് സ്വന്തം സുരക്ഷയെക്കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ ആ ചെറുപ്പക്കാരൻ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. ഇതേ സ്ഫോടനത്തിൻ്റെ ഡബ്ബിങ്ങിനിടയിലായിരുന്നു മമ്മൂട്ടിക്ക് തൻ്റെ കണ്ണുകൾ നിറയിച്ച മറ്റൊരു അവഗണന നേരിടേണ്ടി വന്നത്. ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു സംഭവം. സ്ഫോടനം സിനിമയിൽ മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയിരുന്നത് വേറൊരാളാണ്. ഡബ്ബിങ്ങിനായി സ്റ്റുഡിയോയിൽ എത്തിയ മമ്മൂട്ടിയെ ശബ്ദം കൊള്ളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി വെള്ളിത്തിരയിൽ എത്തിയ മമ്മൂട്ടിക്ക് അങ്ങനെ തുടക്കത്തിൽ തന്നെ കാലിടറി. സ്റ്റുഡിയോയ്ക്ക് പുറത്തെത്തിയ മമ്മൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. കരയുന്ന മമ്മൂട്ടിയെ കണ്ട് കൊച്ചിൻ ഹനീഫ് അടുത്തെത്തി: നിങ്ങൾ കരയാതിരിക്കി, നാളെ നിങ്ങളുടെ ശബ്ദത്തെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തുന്ന ഒരു ദിവസം വരും. സങ്കടപ്പെട്ടു നിന്ന മമ്മൂട്ടിക്ക് കിട്ടിയ ആശ്വാസവാക്കുകളായിരുന്നു കൊച്ചിൻ ഹനീഫയുടേത്. പിന്നീട് വേഷപ്പകർച്ചകളിൽ മമ്മൂട്ടിക്ക് മുതൽക്കൂട്ടായത് ഓരോ വേഷങ്ങൾക്കും മമ്മൂട്ടി കൊടുത്ത സൗണ്ട് മോഡുലേഷൻസുകളായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ വിയോഗത്തിലും മമ്മൂട്ടി ഓർത്തതും ഇതേ സംഭവമായിരുന്നു. മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായതിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. സത്യത്തിൽ മമ്മൂട്ടിക്ക് വീണ ഇരട്ടപ്പേരായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടിയുടെ നാടായ വൈക്കം ചെമ്പിലെ ആളുകളെല്ലാം ആദ്യകാലത്ത് മമ്മൂട്ടിയെ വിളിച്ചിരുന്നത് മുഹമ്മദ് കുഞ്ഞി എന്നായിരുന്നു. കോളേജിൽ ചേർന്നപ്പോൾ എല്ലാവരോടും മമ്മൂട്ടി തൻ്റെ പേര് ഒമർ ഷെരീഫ് എന്നായിരുന്നു പറഞ്ഞത്. ലോറൻസ് ഓഫ് അറേബ്യ എന്ന പാശ്ചാത്യ സിനിമയിലെ നായകൻ്റെ പേരായിരുന്നു ഒമർ ഷെരീഫ്. എന്നാൽ യാദൃശ്ചികമായി മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടി എന്നാണെന്നും സുഹൃത്തുക്കൾ മനസ്സിലാക്കി. ഇതോടെ കള്ളം പറഞ്ഞ മുഹമ്മദ് കുട്ടിയെ സുഹൃത്തുക്കൾ കളിയാക്കി വിളിച്ച പേരാണത്രേ മമ്മൂട്ടി എന്നത്. പിന്നീട് സിനിമയിൽ എത്തിയപ്പോൾ സജിനി എന്നായിരുന്നു മമ്മൂട്ടിയുടെ പേര്. എന്നാൽ ഈ പേര് രാശിയില്ലെന്ന് മനസ്സിലായതോടെ സജിൻ എന്ന പേര് മാറ്റി തനിക്ക് കിട്ടിയ ഇരട്ടപ്പേര് നാമമായി സ്വീകരിക്കുകയായിരുന്നു മമ്മൂട്ടി. തുടർന്നായിരുന്നു മമ്മൂട്ടിയുടെ കരിയറിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച കെ ജി ജോർജുമായുള്ള കൂട്ടുകെട്ടിന് തുടക്കമാവുന്നത്. മേളയിലെ ബൈക്ക് ചമ്പർ വിജയൻ്റെ റോളിലേക്ക് മമ്മൂട്ടിയെ കെ ജി ജോർജ് തിരഞ്ഞെടുത്തപ്പോൾ രണ്ടാമതൊന്നും അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നില്ല. കഥാപാത്രം ആവശ്യപ്പെടുന്ന ആകാരഭംഗിയും പൗരുഷവും എല്ലാം മമ്മൂട്ടിക്കുണ്ടായിരുന്നു.
ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് നിരവധി ക്യാരക്ടർ റോളുകൾ മമ്മൂട്ടിയെ തേടി വന്നു. ചില ചിത്രങ്ങളിൽ നായകനുമായി. അങ്ങനെ ക്യാരക്ടർ റോളുകളും അത്ര ശ്രദ്ധിക്കപ്പെടാത്ത നായകവേഷങ്ങളുമായി മുന്നേറുമ്പോഴാണ് ഐ.വി. ശശി തൃഷ്ണ എന്ന ചിത്രം പ്ലാൻ ചെയ്യുന്നത്. എം.ടി. വാസുദേവൻ നായരുടേതായിരുന്നു തിരക്കഥ. ഐ.വി. ശശി ജനപ്രിയ ഹിറ്റുകളുമായി മലയാള സിനിമയിൽ പകരക്കാരനില്ലാതെ വിലസുന്ന സമയം. നായകനായ കൃഷ്ണദാസ് എന്ന കഥാപാത്രത്തിനു വേണ്ടി നിരവധി പേരെ നോക്കി. ഒടുവിൽ നായകനായി നിശ്ചയിച്ചത് ബാബു നമ്പൂതിരിയെയായിരുന്നു. ഷൂട്ടിംഗും ആരംഭിച്ചു. 2 തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഐ.വി. ശശിക്ക് മുന്നിൽ ബാബു നമ്പൂതിരി പതറി. ബാബു നമ്പൂതിരിയുടെ പ്രകടനത്തിൽ ഐ.വി. ശശിക്ക് ഒട്ടും തൃപ്തി തോന്നിയില്ല. ഐ.വി. ശശി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഐ.വി. ശശിയും അണിയറ പ്രവർത്തകരും പരിഭ്രാന്തിയിലായി. നായകൻ്റെ മോശം പ്രകടനം മൂലം സിനിമ ഉപേക്ഷിച്ചു എന്നവരെ വാർത്തകൾ ഉണ്ടായി. അന്ന് രാത്രി നടൻ രതീഷ് ഐ.വി. ശശിയെ ഫോണിൽ വിളിച്ചു. മമ്മൂട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഫോൺ കോളായിരുന്നു അത്. ഐ.വി. ശശി തൻ്റെ ധർമ്മസങ്കടം രതീഷിനോട് പറഞ്ഞു. രതീഷ് ഐ.വി. ശശിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുമ്പ് ഞാനൊരു മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എം.ടി.വിയുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും പി.ജി. വിശ്വംഭരൻ്റെ സ്ഫോടനത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ചിത്രീകരണം പൂർത്തിയായ ശ്രീകുമാരൻ തമ്പിയുടെ മുന്നേറ്റം എന്ന സിനിമയിലെ നായകനും കൂടിയാണ്. നല്ല ഫിഗറാണ്. ഐ.വി. ശശി ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിലും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. വിവരം അറിഞ്ഞപ്പോൾ എം.ടിക്കും പൂർണ്ണ സമ്മതം. അങ്ങനെ ഐ.വി. ശശി മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടു. എം.ടിയുടെ തിരക്കഥ, ഐ.വി. ശശിയുടെ സംവിധാനം. പടയോട്ടത്തിൻ്റെ സെറ്റിലായിരുന്ന മമ്മൂട്ടി ആവേശത്തിലായി. മമ്മൂട്ടിയെ നായകനാക്കി ഐ.വി. ശശി തൃഷ്ണ പൂർത്തീകരിച്ചു. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരം ഐ.വി. ശശി മമ്മൂട്ടിയോട് പറഞ്ഞു, തനിക്ക് വലിയ ഭാവിയുണ്ട്. 1981 റിലീസ് ചെയ്ത തൃഷ്ണ സൂപ്പർ ഹിറ്റായി. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടിൻ്റെ കൂടിയായിരുന്നു തൃഷ്ണ തുടക്കം കുറിച്ചത്. അങ്ങനെ ജയന് ശേഷം ഐ.വി. ശശിയുടെ സ്ഥിരം നായകനായി മമ്മൂട്ടി മാറി. സൂപ്പർ ഹിറ്റ് സിനിമയായ തൃഷ്ണ മമ്മൂട്ടിക്ക് നൽകിയ മൈലേജ് ചെറുതല്ലായിരുന്നു. വീണ്ടും മമ്മൂട്ടി ഐ.വി. ശശി കൂട്ടുകെട്ട് ഒന്നിച്ച ചിത്രമായിരുന്നു അഹിംസ. ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച സഹനടനുള്ള ആദ്യത്തെ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. പി.ജി. വിശ്വംഭരൻ, ബാലചന്ദ്ര മേനോൻ, ഐ.വി. ശശി, കെ.ജി. ജോർജ്, പത്മരാജൻ തുടങ്ങി അന്നത്തെ മലയാള സിനിമയിലെ ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാ ചിത്രങ്ങളിലും നായകനായി പകരക്കാരനില്ലാതെ മമ്മൂട്ടി വിലസി. എങ്കിലും അന്ന് ഒരു സൂപ്പർ താര പദവിയിലേക്ക് മമ്മൂട്ടി ഉയർന്നിരുന്നില്ല. പക്ഷേ ആ സമയങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും വിലയേറിയ തിരക്കേറിയ താരമായിരുന്നു മമ്മൂട്ടി. 1982 മമ്മൂട്ടിയും കെ.ജി. ജോർജും വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു യവനിക. ഇന്ത്യൻ സിനിമ അന്നുവരെ കണ്ട ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യവനിക. മമ്മൂട്ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആദ്യമായി കണ്ടെത്തിയതും യവനികയിലാണെന്ന് പറയാം. മമ്മൂട്ടിയുടെ കാരിയറിലെ ആദ്യത്തെ ഹിറ്റ് എന്ന് പറയാവുന്നത് പിറന്നത് 1982 ഒരു കൂട്ടമാനഭംഗത്തിൻ്റെ കഥ സിനിമയാക്കാൻ സംവിധായകൻ ജോഷിയെ തേടി പോകുന്നത് നിർമ്മാതാവ് ജോയ് തോമസ് ആയിരുന്നു. കഥ കേട്ട ജോഷിക്കും പൂർണ്ണ സമ്മതം. മലയാളത്തിൽ മൾട്ടിസ്റ്റാർ ചിത്രങ്ങളൊരുക്കി ജോഷി തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. കഥ കേട്ട ജോഷി നായകനാരാകുമെന്ന് നിർമ്മാതാവ് ജോയ് തോമസിനോട് പറഞ്ഞു. ജോയ് തോമസ് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ പേര് പറഞ്ഞത്. ജോഷിയുടെ കൊടുങ്കാറ്റ് എന്ന ചിത്രത്തിൽ ഒരു വേഷം മമ്മൂട്ടിയും ചെയ്തിരുന്നു. നായകനായി അധികം ചിത്രങ്ങളിൽ ചെയ്തിട്ടില്ലെങ്കിലും മമ്മൂട്ടിയിൽ ജോഷിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ആ രാത്രിയുടെ ചിത്രീകരണം തുടങ്ങി. ചിത്രീകരണം ആരംഭിച്ചപ്പോഴേക്കും മമ്മൂട്ടിയും തിരക്കിലായി. രാവിലെ മുതൽ ഉച്ച വരെ ഒരു സിനിമ, ഉച്ച കഴിഞ്ഞ് മറ്റൊരു സിനിമ, വൈകിട്ട് വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക്. ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിയുടെ അന്നത്തെ ഷെഡ്യൂൾ. മമ്മൂട്ടി എത്താത്തതിൽ തുടർന്ന് പലപ്പോഴും ആ രാത്രിയുടെ ഷൂട്ടിംഗ് വൈകി. ഒരിക്കൽ വൈകി ക്ഷീണിതനായാണ് മമ്മൂട്ടി ആ രാത്രിയുടെ സെറ്റിലെത്തിയത്. ഇത് ജോഷിയെ ചൊടിപ്പിച്ചെങ്കിലും അദ്ദേഹം മൗനം പാലിച്ചു. മമ്മൂട്ടിയോട് ഷൂട്ടിന് റെഡിയാക്കാൻ പറഞ്ഞു. 2 ലൊക്കേഷനുകളിൽ അഭിനയിച്ച് ക്ഷീണിതനായി സെറ്റിലെത്തിയ മമ്മൂട്ടിയുടെ കണ്ണിൽ ഇരുട്ട് വീണിരുന്നു. ഷൂട്ട് റെഡിയായി. ജോഷി ആക്ഷൻ പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന മമ്മൂട്ടിയെയാണ് ജോഷി കണ്ടത്. ഇത് കണ്ട ജോഷി പൊട്ടിത്തെറിച്ചു. അന്നത്തെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ഒരുക്കുന്ന ജോഷി ഒരു യുവനടനിൽ നിന്ന് അത്തരം ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. മമ്മൂട്ടിയെ വെച്ച് ഇനി ഈ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞ് ജോഷി പാക്കപ്പ് പറഞ്ഞു. ജോഷി ലൊക്കേഷൻ വിട്ടു. നിർമ്മാതാവ് ജോയ് തോമസും മമ്മൂട്ടിയും കൺട്രോളർ ആർ ഷൺമുഖവും ജോഷിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു.
പക്ഷെ ജോഷിയുടെ കോപം വിട്ടുമാറിയില്ല. മമ്മൂട്ടി അഭിനയിക്കാൻ വന്നത് തന്നെ ലേറ്റായി, അതും പോരാഞ്ഞ് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഉറക്കവും. ഇല്ല, ഇനി ഈ ചിത്രം നിങ്ങൾ മറ്റൊരാളെ വെച്ച് സംവിധാനം ചെയ്യൂ, എനിക്ക് കഴിയില്ല, ജോഷി തീർത്തും പറഞ്ഞു. പിന്നീടായിരുന്നു തനിക്ക് പറ്റിയ തെറ്റിൻ്റെ കാരണങ്ങൾ കുറ്റബോധത്തോടെ മമ്മൂട്ടി ജോഷിയുടെ മുന്നിൽ ഏറ്റുപറയുന്നത്. ജോഷിയെപ്പോലുള്ള ഒരു സംവിധായകൻ്റെ ചിത്രം കാരിയറിൻ്റെ തുടക്കത്തിൽ തനിക്ക് നഷ്ടമാവരുതെന്നും ക്ഷമിക്കണമെന്നും ഇനി ഉണ്ടാവില്ലെന്നും പറഞ്ഞു. മമ്മൂട്ടിയുടെ ഹൃദയത്തിൽ നിന്നും വന്ന ക്ഷമ കേട്ടതോടെയായിരുന്നു ജോഷിയുടെ മനസ്സലിഞ്ഞത്. പിന്നീട് നല്ല സുഹൃത്തുക്കളായി മമ്മൂട്ടിയുടെ മനസ്സറിഞ്ഞ സംവിധായകനായി ജോഷിയും മമ്മൂട്ടിയും അങ്ങനെ തുടങ്ങുന്നത് ഒരു കലഹത്തിൽ നിന്നായിരുന്നു. ആ രാത്രി ബോക്സ് ഓഫീസിൽ വൻ വിജയം സ്വന്തമാക്കി. അങ്ങനെ തുടക്കത്തിൽ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കാരിയറിൻ്റെ തുടക്കം. അനിഷ്ടങ്ങളിൽ പരാതിയില്ലാതെയും തനിക്ക് നഷ്ടമായേക്കാവുന്ന അവസരങ്ങളെ കൈവിടാതെയിരുന്നുമാണ് മമ്മൂട്ടി തൻ്റെ പാത ശരിപ്പെടുത്തിയത്. മെഗാസ്റ്റാറിലേക്കുള്ള പാത മമ്മൂക്ക അന്നേ തെളിച്ചിരുന്നു. മലയാളത്തിലെ അന്നുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് പ്രേക്ഷകർ ജോഷി മമ്മൂട്ടി ജോഡിയെ നെഞ്ചിലേറ്റി. മമ്മൂട്ടി കുട്ടിപ്പെട്ടി ചിത്രങ്ങൾ എന്നുള്ള അന്നത്തെ സിനിമ മാഗസിനുകളുടെ വിശേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ രാത്രി എന്ന ചിത്രത്തിലൂടെയാണ്. ഭർത്താവായ മമ്മൂട്ടി, 3-4 വയസ്സ് പ്രായമുള്ള ഒരു മകൾ, ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾ. സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കില്ല പലപ്പോഴും കുടുംബത്തിലെ അസ്വാരസ്യങ്ങളായിരിക്കും ചിത്രത്തിൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഇതേ പാറ്റേണിൽ നിരവധി മമ്മൂട്ടി ചിത്രങ്ങൾ പിറന്നതോടെയാണ് അന്നത്തെ സിനിമാ മാഗസിനുകൾ ലേശ പരിഹാസത്തോടെ ഈ ചിത്രങ്ങളെ കുട്ടിപ്പെട്ടി ചിത്രങ്ങൾ എന്ന് വിളിച്ചത്. സന്ദർഭം, നയം വ്യക്തമാക്കുക, മനവത്തൂരിലെ 1000 ശിവരാത്രികൾ തുടങ്ങിയ ചിത്രങ്ങൾ ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്നവയാണ്. അങ്ങനെ 1982 മുതൽ 87 വരെയുള്ള കാലഘട്ടത്തിൽ 150ഓളം ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചു. ഇതിൽ ചുരുക്കം ചില ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാത്തിലും മമ്മൂട്ടി തന്നെയായിരുന്നു നായകൻ. ഐ വി ശശിയുടെയും ജോഷിയുടെയും ചില ചിത്രങ്ങൾ ഒഴിച്ചാൽ എല്ലാ ചിത്രങ്ങളിലും മമ്മൂട്ടി എത്തിയത് ഫാമിലി മാൻ ആയിട്ടായിരുന്നു. അതിരാത്രം, ആവനാഴി, നിറക്കൂട്ട് തുടങ്ങിയവയായിരുന്നു ഈ ചിത്രങ്ങൾ. ആ സമയങ്ങളിൽ അന്നത്തെ യുവാക്കളെ ആകർഷിക്കുന്ന ചിത്രങ്ങളുമായി മോഹൻലാലും താരപദവിയിലേക്ക് ഉയർന്നു. അതും മമ്മൂട്ടി നിരസിച്ച രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ. മമ്മൂട്ടി നിരസിച്ച ചിത്രത്തിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് മോഹൻലാൽ ഉയർന്നപ്പോൾ മമ്മൂട്ടി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു തുടങ്ങി. 1986 ഈ വർഷം മമ്മൂട്ടി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും കരിയറിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമായിരിക്കും. മോഹൻലാൽ 21 ചിത്രങ്ങളിൽ ഓടി നടന്ന് അഭിനയിച്ചു എന്ന് പറയുന്ന 1986 തന്നെ 35 ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചു. ഇതിൽ ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്നീ ചിത്രങ്ങളിലെ ഗസ്റ്റ് റോളുകൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാത്തിലും മമ്മൂട്ടി തന്നെയായിരുന്നു നായകൻ. എന്നിട്ടും 1986 അറിയപ്പെടുന്നത് മോഹൻലാലിൻ്റെ പേരിലാണ്. കാരണം മമ്മൂട്ടിയുടെ കാരിയറിൽ തുടർ പരാജയങ്ങൾ രുചിച്ചു തുടങ്ങുന്നത് 1986 എതിരാളികളില്ലാതെ 83 മുതൽ ആരംഭിച്ച തേരോട്ടത്തിന് മങ്ങലേറ്റ് തുടങ്ങിയ നാളുകൾ. 86 മമ്മൂട്ടി ചെയ്ത 35 ചിത്രങ്ങൾ പലതും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സമയത്തും മമ്മൂട്ടിയുടെ കരിയർ തകർന്നടിയുകയും മോഹൻലാൽ മിന്നിത്തിളങ്ങുകയും ചെയ്തു. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, പത്മരാജൻ തുടങ്ങി അന്നത്തെ ഏറ്റവും വിലയേറിയ സംവിധായകർ എല്ലാം മോഹൻലാലിൻ്റെ ഡേറ്റിനായി മത്സരിച്ചു. ഒരേ പാറ്റേണിലുള്ള ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിക്ക് തുടർ പരാജയങ്ങൾക്ക് വഴിയൊരുക്കിയത്. മമ്മൂട്ടി ചിത്രങ്ങളിലെ പരാജയങ്ങൾ അന്നത്തെ സിനിമാ മാഗസിനുകളും ആഘോഷമാക്കി. മിന്നിത്തിളങ്ങിയിരുന്ന മമ്മൂട്ടിയുടെ കാരിയറിന് ഫുൾ സ്റ്റോപ്പ് വീണെന്ന് പലരും വിധിയെഴുതി. 1987 തുടക്കത്തിലും 86 തുടർച്ചയായും മമ്മൂട്ടി ചിത്രങ്ങൾ പരാജയപ്പെട്ടു. മോഹൻലാലിനെ നായകനാക്കി വിജയങ്ങൾ കൊയ്ത സത്യൻ അന്തിക്കാട് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് മമ്മൂട്ടി ആരാധകരെ ഏറെ പ്രതീക്ഷ ജനിപ്പിച്ചു. എന്നാൽ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയമായി. ഇതേ സമയം സമാനമായ രീതിയിലായിരുന്നു ജോഷിയുടെ കാരിയർ. ഇതിനിടയിൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ജോഷി മോഹൻലാലിനെ നായകനാക്കി ജനുവരി ഒരു ഓർമ്മ സൂപ്പർ ഹിറ്റാക്കി. ഇതോടെ മമ്മൂട്ടിയെ നായകനാക്കി തുടർ പരാജയങ്ങൾ ഒരുക്കിയ ജോഷി മോഹൻലാൽ ചിത്രം ഒരുക്കി വീണ്ടും ട്രാക്കിലായപ്പോൾ ജോഷി മമ്മൂട്ടി ചിത്രങ്ങൾ ഉപേക്ഷിച്ചെന്നും ചിലർ വിധി എഴുതി. എന്നാൽ അങ്ങനെ ചെറിയ ചിത്രങ്ങൾ ഒരുക്കി സേഫ് സോണിൽ യാത്ര ചെയ്യാൻ ജോഷിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ സമയത്തായിരുന്നു ന്യൂഡൽഹിക്കായി ഡെന്നിസ് ജോസഫ് ജോഷിയും വീണ്ടും ഒന്നിച്ചത്. വമ്പൻ ക്യാൻവാസിൽ നീണ്ട താരനിരയുമായി ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം. നായകനായ ഇരുവരുടെയും മനസ്സിൽ മമ്മൂട്ടി മാത്രം. കഥ കേട്ടതും മമ്മൂട്ടിയും ത്രില്ലടിച്ചു. എന്നാൽ ചിത്രത്തിന് നിർമ്മാതാവിനെ കിട്ടാൻ ജോഷി വളരെ പണിപ്പെട്ടു.
അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത ന്യൂഡൽഹി നിരസിച്ചത് 9ഓളം നിർമ്മാതാക്കളായിരുന്നു. എന്നാൽ 9ാമത്തെ നിർമ്മാതാവും നിരസിച്ചതോടെ ജോഷി തളർന്നില്ല. പാട്ടും പ്രണയവും കോമഡിയും ഒന്നുമില്ലാത്ത ഒരു കഥ, ഭീമമായ ബഡ്ജറ്റ്, അതും മമ്മൂട്ടിയെ വെച്ച്. ഈ പടം ഓടില്ലെന്നും മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് റീത്ത് വയ്ക്കുന്ന സമയമാണെന്നും നായകൻ മോഹൻലാലാണെങ്കിൽ നോക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് 9ാമത്തെ നിർമ്മാതാവും കൈയൊഴിഞ്ഞത്. പ്രതികാരദാഹിയായ സ്വയം കൊലപാതക പരമ്പരകൾ സൃഷ്ടിക്കുന്ന തൻ്റെ നായകൻ ജി കൃഷ്ണമൂർത്തിക്ക് പൂർണ്ണത നൽകാൻ മമ്മൂട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജോഷിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. സിനിമ എടുക്കുന്നുവെങ്കിൽ മമ്മൂട്ടി മാത്രമായിരിക്കും നായകൻ എന്നത് ജോഷിയുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഒടുവിൽ ജൂബിലി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ന്യൂഡൽഹിയുടെ നിർമ്മാണം ജോയ് തോമസ് ഏറ്റെടുത്തു. 1987 റിപ്പബ്ലിക് ദിനമായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയത്. പൂർണ്ണമായും ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ചിത്രീകരണം. 21 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി. 1987 ജൂലൈ 24-നായിരുന്നു ന്യൂഡൽഹി പ്രദർശനത്തിനെത്തിയത്. കാശ്മീരിൽ നായർ സാബ് ഷൂട്ടിങ്ങിലായിരുന്നു മമ്മൂട്ടിയും ജോഷിയും. അപ്പോൾ ഒരുപക്ഷേ മമ്മൂട്ടിയും ജോഷിയും ഏറ്റവും കൂടുതൽ ടെൻഷനടിച്ച റിലീസ് ന്യൂഡൽഹിയുടേതാകാം. കാരിയറിൽ ഏറ്റവും കൂടുതൽ പകച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക്കുള്ള ചിത്രമെടുത്ത് ആ പ്രതിസന്ധിയെ നേരിട്ടവർ. ചിത്രത്തിൻ്റെ റിലീസിംഗ് ദിവസം നായർ സാബിൻ്റെ ലൊക്കേഷനിൽ സിനിമയുടെ പ്രതികരണം അറിയാൻ ഫോൺ കോളിനായി കാത്തിരുന്നു. ഒടുവിൽ ഫോൺ ബെല്ലടിച്ചു. ആദ്യ ഷോ കഴിഞ്ഞതും തിയേറ്ററിൽ ആരവങ്ങൾ അലയടിച്ചു. പല തിയേറ്ററിലും ആവേശം അണപൊട്ടി. അടുത്ത ഷോയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ജനക്കൂട്ടം. പലയിടത്തും പോലീസ് ലാത്തി വീശി. ഈ വിവരം അറിഞ്ഞതും മമ്മൂട്ടി പൊട്ടിക്കരഞ്ഞ് ജോഷിയെ കെട്ടിപ്പിടിച്ചു. ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറി. ന്യൂഡൽഹിയുടെ വിജയത്തോടെ മമ്മൂട്ടി മലയാളത്തിൽ പകരക്കാരനില്ലാത്ത താരസൂര്യനായി മാറുകയായിരുന്നു. മമ്മൂട്ടിയുടെ കാരിയറിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടിക്ക് പ്രതിഫലം നൽകാൻ പോലും പല നിർമ്മാതാക്കളും മടിച്ചിരുന്നു. അതും മമ്മൂട്ടിയുടെ വേഷങ്ങളിൽ വല്ലാത്ത ആവർത്തനം സംഭവിച്ചതുകൊണ്ടാണ്. എല്ലാം ഫാമിലിമാൻ, ബിസിനസ്മാൻ റോളുകൾ. പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ വേഷങ്ങളിൽ നീരസം വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ന്യൂഡൽഹിയുടെ വരവോട് കൂടിയാണ് അതെല്ലാം മാറി മമ്മൂട്ടിക്ക് പുതിയൊരു തുടക്കം ലഭിച്ചത്. ന്യൂഡൽഹിയുടെ റിലീസോടുകൂടി മമ്മൂട്ടിയെ മലയാള സിനിമ ചവിട്ടിത്താഴ്ത്തും എന്നൊക്കെ അന്നത്തെ മാഗസിനുകൾ വാർത്തയായിരുന്നു. അതൊക്കെ ഭാവനയായിരുന്നു. കാരണം ന്യൂഡൽഹി ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് സിനിമകൾ മമ്മൂട്ടി ചെയ്തിരുന്നു. ഓരോന്നും പരാജയപ്പെടുമ്പോഴും അതിൽ നിന്നെല്ലാം കരകയറാനും വിമർശകരുടെ വായടപ്പിക്കാനുമുള്ള അവസരമായി കണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ന്യൂഡൽഹിയുടെ ചിത്രീകരണത്തിൽ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഉയർച്ച താഴ്ചകൾ ഒരുപാട് കണ്ടതാണ് മമ്മൂട്ടിയുടെ കാരിയർ. അവിടെ നിന്നങ്ങോട്ട് മമ്മൂട്ടിക്ക് കൂടുതൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല. വേഷപ്പകർച്ചകളിലെ പൂർണ്ണത മമ്മൂട്ടിയേക്കാളും മറ്റൊരു നടൻ കാണിച്ചു തന്നിട്ടില്ല. അത് ഇന്ന് ബ്രഹ്മയുഗം വരെ എത്തി നിൽക്കുന്നു. ഒരു പക്ഷേ ഇത്രയും വർഷങ്ങൾ ഒന്നാം നിരയിൽ തന്നെ തുടരുന്ന മറ്റൊരു നടൻ, സൂപ്പർ താരമുണ്ടോ എന്ന് സംശയമാണ്. 80കളുടെ തുടക്കത്തിൽ നേടിയതാണ് മമ്മൂട്ടി ഈ താരപരിവേഷം. അഭിനയത്തിൻ്റെ എസ്റ്റിമേഷൻ കാതൽ വരെ എത്തി നിൽക്കുമ്പോൾ അഭിനയത്തിൻ്റെ സാധ്യതകളുടെ മറ്റൊരു തലമാണ് മമ്മൂട്ടി കാണിച്ചു തരുന്നത്. തൻ്റെ അഭിനയ സാധ്യതകളുടെ സഞ്ചാരം തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അഭിനയത്തിൻ്റെ പുതിയ തലങ്ങൾ കാണുന്ന മമ്മൂട്ടിയുടെ എസ്റ്റിമേഷനായി കാത്തിരിക്കാം പുതിയ ചിത്രങ്ങൾക്കും പുതിയ സഞ്ചാരങ്ങൾക്കുമായി.